വിജയനും മകളും നിലവിളിക്കുന്നു, വീട്ടിൽ ഇ.ഡി. കയറുന്നിറങ്ങുന്നു. i2i ന്യൂസ് ഇന്നലെ കൃത്യമായി പറഞ്ഞിരുന്നു, കേരളത്തിൽ ചുവടുറപ്പിക്കുവാൻ കോൺഗ്രസ് മുക്ത കേരളം എന്ന ആ ശ്രമത്തിന് പകരം CPM മുക്ത കേരളം എന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചാൽ BJPക്ക് നേട്ടമുണ്ടാകും. അപ്രകാരം ചെയ്താൽ ഒരു വമ്പൻ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടും എന്ന് ഇന്നലെ i2i ന്യൂസ് പറഞ്ഞിരുന്നു. ഹൈക്കോടതിയുടെ വിധിയുടെ പിന്നാലെ ഇന്ന് പുലർച്ചെ 12 ഇടങ്ങളിൽ പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വാടക വീട്, അതുപോലെ കണ്ണൂരിലെ വീട്, മരുമകൻ റിയാസിൻ്റെ കോട്ടുള്ളിയിലെ വീട് ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ഒരേ സമയം ED റെയ്ഡ് തുടരുകയാണ്. ഇന്ന് പുലർച്ചെ കനത്ത പോലീസ് സുരക്ഷയോടെ പിണറായി വിജയൻ്റെ ബേക്കറി ജംഗ്ഷനിലുള്ള ആ വാടക വീട്ടിലേക്ക് ED സംഘം ഇരച്ചു കയറി. വീട്ടിൽ ആ സമയം പിണറായി വിജയനും മകളും ഭാര്യയും അടക്കമുണ്ടായിരുന്നു. എന്നാൽ കോട്ടുള്ളിയിലെ റിയാസിൻ്റെ വീട്ടിൽ റിയാസ് ഉണ്ടായിരുന്നില്ല എന്നാണ് വിവരം. അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട്ടെ പാർട്ടി ഓഫീസിലുണ്ട്. അതുപോലെ തന്നെ CMRL MD കരിമണൽ കർത്തയുടെ വീട്ടിലും ഓഫീസിലും ED റെയ്ഡ് തുടരുകയാണ്. പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ എക്സാലോജി കമ്പനിയിലേക്ക് 1,72,00,000 രൂപ യാതൊരു സേവനവും നൽകാതെ കൊടുത്തതുമായി ബന്ധപ്പെട്ട ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധന. അതുകൂടാതെ പിണറായി വിജയൻ മകളുടെ ഈ ഷെൽ കമ്പനിയിലേക്ക് വലിയ കോടീശ്വരന്മാരിൽ നിന്നും ലക്ഷങ്ങളും കോടികളും കൈപ്പറ്റിയിട്ടുണ്ട്. അത് പിടിക്കപ്പെടുമെന്ന് പേടിച്ചാണ് തിടുക്കപ്പെട്ട് ആ കമ്പനി തന്നെ പൂട്ടിക്കളഞ്ഞ് രക്ഷപ്പെട്ടത് എന്ന് കണ്ടെത്തിയാണ് ED പിടിമുറുക്കിയിരിക്കുന്നത്. ഇത്രയും കാലം അധികാരത്തിലിരുന്നത് കൊണ്ട് പിണറായി വിജയൻ്റെ വീട്ടിൽ കയറുവാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. അതുപോലെ പിണറായിയെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന മാഫിയകളുടെ ചുമതലയായിരുന്നു പിണറായിക്ക് യാതൊരു പോറലുമേൽക്കാതെ ആ കാലാവധി പൂർത്തിയാക്കിക്കുക എന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഭരണത്തിൽ നിന്നും മാറി, അതുകൊണ്ട് തന്നെ മാഫിയകൾ പിടിവിട്ടു. അതുപോലെ ഹൈക്കോടതി ഇന്നലെ കൃത്യമായി ഉത്തരവിട്ടിരുന്നു, ഈ കേസിൽ ഇടപെടാനാവില്ല, EDക്ക് അന്വേഷണം തുടരാം എന്ന ആ ഹൈക്കോടതി ഉത്തരവിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ പിണറായി വിജയൻ്റെ വീട്ടിലടക്കം റെയ്ഡ് നടക്കുന്നത്. ഒരേ സമയം 12 കേന്ദ്രങ്ങളിൽ റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അന്തംഗമ്മികൾ പ്രതിഷേധമൊക്കെ പറ്റാവുന്ന വിധത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കൊണ്ടൊന്നും കാര്യമില്ല. ഇത്തവണ മനസ്സ് വെച്ചാൽ ഈ പിണറായി വിജയനെയും മകളെയും അടക്കം ജയിലിലടയ്ക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള തീവട്ടിക്കൊള്ളയാണ് കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഈ 1,72,00,000 രൂപ എന്ന് പറയുന്നത് ഒന്നുമല്ല. കരുവന്നൂർ തട്ടിപ്പ്, അതുപോലെ കിഫ്ബിയുടെ മറവിൽ 10,000-കണക്കിന് കോടികളുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയിരിക്കുന്നത്. അതുപോലെ സർക്കാർ പദ്ധതികളെല്ലാം നടത്തിയ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ആ ക്രമക്കേടുകളുമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ആയുഷ്കാലം ഈ തീവട്ടി വിജയനും കുടുംബവും മരുമകനും ഒന്നും പുറംലോകം കാണില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ആ കേസുകളിലേക്കും അന്വേഷണം വ്യാപിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടുന്നത്. ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് പിണറായി വിജയൻ്റെ ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വീട്ടിൽ അടക്കം നടക്കുന്ന ED റെയ്ഡാണ്. ആ ദൃശ്യങ്ങളിലേക്ക്.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.